മുംബൈയിലെ ഫ്രീ പ്രസ് ജേണലിൽ കാർട്ടൂണിസ്റ്റായാണ് ബാൽ താക്കറെ തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഞായറാഴ്ച പതിപ്പുകളിലും ബാൽ താക്കറെയുടെ കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. 1960-ലാണ് സഹോദരനുമൊത്ത് ബാൽ താക്കറെ മാർമിക് എന്ന പേരിൽ കാർട്ടൂൺ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മാർമിക്കിനു വേണ്ടി വരച്ച കാർട്ടൂണുകളിലൂടെയാണ് താക്കറയിൽ രാഷ്ട്രീയത്തിന്റെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ അന്യസംസ്ഥാനക്കാർക്കെതിരായി പ്രചരണ പ്രവർത്തനം നടത്തുന്നതിനുള്ള ശക്തമായ ആയുധമായാണ് മാർമിക്കിലെ കാർട്ടൂണുകൾ സൃഷ്ടിക്കപ്പെട്ടത്. പിന്നീട് ശിവസേനയുടെ രൂപീകരണത്തിനും പാർട്ടി മുഖപത്രമായ സാമ്നയുടെ പ്രസിദ്ധീകരണത്തിനും വഴി തുറന്നത് ഒരർത്ഥത്തിൽ താക്കറയുടെ വിരൽത്തുമ്പുകളിൽ പിറന്ന ഈ കാർട്ടൂണുകൾ തന്നെയാണ്. കാർട്ടൂൺ രചനയിൽ ഔപചാരികമായി ശിക്ഷണം ലഭിച്ചിട്ടില്ലെങ്കിലും താക്കറയുടെ രചനകൾ ഭാവന സമ്പൂർണമായിരുന്നു. മറാഠി സാഹിത്യത്തിലും ദേശീയ അന്തർദേശീയ വിഷയങ്ങളിലുമുള്ള അഗാധമായ പാണ്ഡിത്യം വെളിവാക്കുന്നവയായിരുന്നു താക്കറയുടെ കാർട്ടൂണുകൾ. ഇക്കാരണങ്ങളാലൊക്കെ കൊണ്ടുതന്നെയാണ് വിൻസ്റ്റൺ ചർച്ചിലിന്റെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കുന്നതിലേക്കായി ബാൽ താക്കറയുടെ 6 കാർട്ടൂണുകൾ ആവശ്യപ്പെടുന്നതും. കാർട്ടൂണുകളുടെ പ്രഭാവം താക്കറയുടെ സംഭാഷണങ്ങളിലും കലർന്നിരുന്നു. അതുകൊണ്ടുതന്നെ നർമ്മം കലർത്തിയുള്ള താക്കറയുടെ പ്രസംഗങ്ങൾ ശ്രോതാക്കളെ രസിപ്പിച്ചിരുന്നു. കലാകാരന്മാരെ താക്കറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഹിറ്റ്ലറെ ഒരു കലാകാരനെന്ന നിലയിൽ താൻ ഇഷ്ടപ്പെടുന്നുവെന്ന് 2007 താക്കറെ നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു. ഏറ്റവും ഒടുവിൽ രാജ്യദ്രോഹപരമായി കാർട്ടൂണുകൾ വരച്ചു എന്നാരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത കാർട്ടൂണിസ്റ്റ് അസീം ത്രിവേദിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് താക്കറെ രംഗത്തെത്തിയിരുന്നു. കൂലി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ പരിക്കേറ്റ് കിടന്ന അമിതാഭ് ബച്ചനെ ആശുപത്രിയിൽ സന്ദർശിക്കവേ യമരാജൻ തോൽപ്പിക്കപ്പെട്ടു എന്ന പേരിൽ താക്കറെ കാർട്ടൂൺ വരച്ചു നൽകിയിരുന്നു. തിരിച്ചും അത്തരമൊരു കാർട്ടൂൺ വരച്ചു നൽകാനുള്ള ബച്ചന്റെ ആഗ്രഹം ബാക്കിയാക്കി ബാൽ താക്കറെ യമരാജനു കീഴടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ വിഷൻ.